കടൽ കാഴ്ചകൾ, മത്സ്യബന്ധനം, തുറമുഖ കാഴ്ചകൾ, നാട്ടിൻപുറത്തിന്റെ പ്രത്യേകതകൾ എന്നിവ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ബീച്ച് സീരീസിന്റെ 8ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റ് വീഡിയോസ് കാണാത്തവർക്ക് ബീച്ച് സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആഴിമല നിന്നും വിഴിഞ്ഞത്തേക്കാണ്. ആഴിമല നിന്നും വിഴിഞ്ഞം പോകുന്ന വഴിയിൽ അദാനിയുടെ വിഴിഞ്ഞം തുറമുഖവും കണ്ട് തമ്പുരാൻ ഹോട്ടലിൽ നിന്നും നല്ലൊരു ഊണും കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇത്തവണയും തീരദേശ റോഡാണ് തിരഞ്ഞെടുത്തത്. ആദ്യം വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്കാണ് ഞങ്ങൾ പോയത്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം. നിലവിലെ ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. മൊബൈൽ ക്യാമറയ്ക്ക് പ്രത്യേകം ചാർജ് ഇല്ല. സാധാരണയായി രാവിലെ 10 മണി മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയും സന്ദർശകർക്ക് പ്രവേശനമുണ്ട്. മൺഡേ അവധിയാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. എൻട്രൻസിൽ നിന്ന് നടന്നാണ് ലൈറ്റ് ഹൗസിലേക്ക് പോകേണ്ടത്. ചുറ്റിനും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന കടലും കാണാം. ഇവിടെ നിന്നാൽ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന്റെ ഫുൾ വ്യൂ കാണാം. ആയിരത്തി 1972 പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഏകദേശം 36 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിന്റെ
മുകളിൽ നിന്ന് നോക്കുമ്പോൾ അറബിക്കടലും വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖവും തുറമുഖ പദ്ധതിയും കോവളം തീരവും ഒരുമിച്ച് കാണാൻ കഴിയും. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വരകളാണ് ഈ ലൈറ്റ് ഹൗസിന്റെ പ്രത്യേകത. മുകളിൽ കയറാൻ ലിഫ്റ്റ് സൗകര്യം ഉണ്ടെങ്കിലും ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് പോയത്. ലൈറ്റ് ഹൗസിനുള്ളിലെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. മുകളിലെ കാഴ്ചകൾ കുറച്ചുനേരം ആസ്വദിച്ച ശേഷം ഞങ്ങൾ പതിയെ താഴേക്കിറങ്ങി. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത വിധമാണ് ലൈറ്റ് ഹൗസിനുള്ളിൽ പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ഡെസ്റ്റിനേഷനായ വിഴിഞ്ഞം ഹാർബർ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെ നിന്നാൽ വിഴിഞ്ഞം പോർട്ടിന്റെ തൊട്ടടുത്ത വ്യൂ കാണാൻ സാധിക്കും. ഒപ്പം മത്സ്യബന്ധന കാഴ്ചകളും കാണാം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ ഇവിടെ എല്ലാ ദിവസവും നൂറുകണക്കിന് ബോട്ടുകൾ എത്തുകയും പോകുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ സമുദ്ര ബീച്ചിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.